10ാം ക്ലാസ്സിൽ സെമിനാരിൽ പോകാൻ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും നല്ലൊരു തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പുറകെ മുമ്പോട്ട് പോയി സ്ട്രഗിൾസ് ഉണ്ടായി, തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനത്തെ ഒത്തിരി സ്ട്രഗിൾസൊക്കെ ഉണ്ടായി. ഡീക്കം പട്ടം കിട്ടി, തിരുപ്പട്ടം കിട്ടുന്നതിൻ്റെ തലേ രാത്രി വരെ ഇച്ചിരി കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് ഒരു ഒരു ഡിവൈൻ ഫിയർ എന്നൊക്കെ പറയില്ല, ഒരു ദൈവികമായ ഭയം മെയിൻലി എനിക്ക് എപ്പോഴും അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ, അതിൻ്റെ ഒരു നന്ദിയും എല്ലാം കൊടുക്കാനുള്ളത് ഈശോ വിളിക്കുകയാണല്ലോ. നമ്മുടെ ഒന്നും നോക്കാതെ. നമുക്ക് നമ്മുടെ സഭയിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതായത് തിരുപ്പട്ടത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളെ ഒരു പെട്ടിയൊക്കെ തന്നെ ഇറക്കി വിടുന്നൊക്കെ ഒരു ശീലമുണ്ടോ. പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ പെങ്ങന്മാരത് കൊടുത്തിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ വീട്ടിൽ പ്രാർത്ഥന, പിന്നെ കുറച്ച് ബന്ധുക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ, അയൽപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുറിയിൽ അമ്മേനെ വിളിച്ചിരുത്തി, എൻ്റെ കട്ടിലിൻ്റെ അമ്മേനെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ കരഞ്ഞു, വഴക്കുണ്ടാക്കി. അമ്മ വലിയ ദീർഘശ്വാസങ്ങളെടുത്തു. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഒത്തിരി കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നതിൽ ഇല്ലെങ്കിൽ അത് മാത്രം മതിയായിരുന്നു ഓർമ്മയിൽ നിൽക്കാൻ. അമ്മ പറഞ്ഞു തന്നൊരു കാര്യം അതാണ്, നീയല്ല, വിളിച്ചവനാണ്, അതുകൊണ്ട് നീ കയറിക്കോളാൻ, മുമ്പോട്ട് പൊക്കോളാൻ. ശരിക്കും ഒരു കണ്ണുനീരിൻ്റെയും ഒരു പേടിയുടെയും വിറയുടെയും ഒക്കെ ഒരു രാത്രിയാണ് ഈ തലേ ദിവസം പട്ടത്തിൻ്റെ തലേന്ന്. ആ സ്ട്രഗിള് നമുക്കൊരു തെളിവാണ്. എനിക്ക് തിരിച്ച് ചിന്തിക്കുമ്പോൾ അത്രയ്ക്ക് നന്ദിയോടെ ഈശോയുടെ മുമ്പിൽ എത്രയാണ് ഓർക്കാനുള്ളത്.